Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So we are back with our top 500 keyword series. This is part 12. Okay, so without much delay, let's check into our video. Before that, let me specify you one thing. കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് വി ആർ ഹാവിങ് എ പ്ലെൻറ്റി ഓഫ് സീരീസ് ക്രിയേറ്റഡ് ഫോർ യോർ കേരള സെറ്റ് പ്രിപ്പറേഷൻസ് ആൻഡ് നമ്മൾ എന്തായാലും ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാം കഴിയുമ്പോൾ തന്നെ NTA നെറ്റിൻ്റെ നെക്സ്റ്റ് കമ്മിങ് എക്സാമിനെ ബേസ് ചെയ്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. സോ ഇപ്പോൾ ടിൽ ജാനുവരി 9th വരെ നമ്മൾ കേരള സെറ്റിനെ ബേസ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി കുറേ അധികം വീഡിയോസ് ഐ തിങ്ക് 300+ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു പീപ്പിൾ ഇഫ് യു ആർ ചെക്കിംഗ് ഔട്ട് ഓൾ ദീസ് സീരീസ്. പിന്നെ മസ്റ്റായിട്ട് എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളൊരു ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ് ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഈ ഒരു കേരള സെറ്റിൻ്റെ കമ്മിങ് എക്സാമിന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ എനിക്ക് 120% ഷ്യൂറിറ്റിയാണ്. ഓക്കെ, സോ ജസ്റ്റ് ട്രൈ ദാറ്റ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു ടോപ്പ് 500 സീരീസും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഹാർഡ്ലി ഒരു 10 to 12 minutes അല്ലെങ്കിൽ ഒരു 15 minutes ആണ് ഞാൻ ഈ ഒരു സീരീസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് വീഡിയോസ്. സോ നിങ്ങൾക്ക് അധികം വലിയ സമയമൊന്നും എടുക്കില്ല. ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണണമെങ്കിൽ അങ്ങനെ എല്ലാ പോയിൻറ്റ്സും ഒന്ന് കേട്ട് അതിൻ്റെ നോട്ടൊന്ന് എഴുതി എല്ലാ ദിവസവും ഒന്ന് ഡെയിലി റിവൈസ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. അത് എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല. അത് നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ഡെഡിക്കേഷനോടുകൂടി ചെയ്യണം. ജാനുവരി 9th ഒരു കമ്മിങ് എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാം എനിക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഞാൻ അതിന് പാസ്സാവും. ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ദാറ്റ് ഐ ആം ഹാവിങ് ദാറ്റ് കറേജ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ക്രാക്ക് ഇറ്റ് എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് ചെക്ക് ഇൻ ടു അവർ ടോപ്പിക്. ഇന്ന് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഗാന്ധിജീസ് 3 R's ആൻഡ് 3 H. അതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് 3 R's നോക്കാം. 3 R'സിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റ് റീഡ്, റൈറ്റ്, അരിത്തമെറ്റിക്. ഈ 3 പോയിൻ്റാണ് 3 R'സിൽ വരുന്നത്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിചാരിക്കും 3 R's എന്ന് പറയുമ്പോൾ എല്ലാ ലെറ്റേഴ്സും R വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 3 R കൊണ്ട് ഉദ്ദേശിക്കുന്നത് റീഡ്, അതിന് ഫസ്റ്റ് ലെറ്റർ R തന്നെയാണ്. പിന്നെ റൈറ്റ്, അവിടെ ഒരു സ്ട്രെസ് കൊടുക്കുന്ന ഒരു ലെറ്റർ എന്ന് പറയുന്നത് R തന്നെയാണ്, റൈറ്റ്, R. ഇനി അരിത്തമെറ്റിക്കിനും അവിടെ ആറിന് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ റീഡ്, റൈറ്റ്, അരിത്തമെറ്റിക് ഈ 3 പോയിൻ്റ് ഓർത്തിരിക്കുക. മസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അമംഗ് ദീസ് 3 R's ഓഫ് ഗാന്ധിജി എന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് 3 H ആണ്. ഇതിന് സ്റ്റാർട്ടിങ്ങിൽ എല്ലാം H തന്നെയാണ്. ഹാൻഡ്, ഹാർട്ട്, ഹെഡ്. ഹാൻഡ് നമ്മളുടെ കൈകൾ, പിന്നെ ഹാർട്ട് ഹൃദയം, ദെൻ ഹെഡ് തല. ഓക്കെ, സോ ഹാൻഡ്, ഹാർട്ട്, ഹെഡ്. ഓക്കെ, ഹാൻഡ് എന്ന് പറയുമ്പോൾ അത് സൈക്കോമോട്ടോർ ഡൊമെയിനായിട്ട് വരും. സൈക്കോമോട്ടോർ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാൻഡ്സ് കൊണ്ട് നമ്മൾ മൂവ്മെൻറ്റ്സ് ചെയ്യില്ലേ, അതിനെയാണ് സൈക്കോമോട്ടോർ ഡൊമെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാൻഡ്. ഇനി ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും സ്പിരിച്വലായിട്ട് നമ്മളുടെ മനസ്സെപ്പോഴും നല്ല രീതിയിൽ നല്ല ചിന്തകൾ മാത്രമായിട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ഹാർട്ട് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഡൊമെയിനാണ്. ആൻഡ് ഹെഡ് എന്ന് പറയുമ്പോൾ കോഗ്നേറ്റീവ് ഡൊമെയിനാണ്, നമ്മളുടെ ചിന്തകൾ അതിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സോ ഹെഡ്, കോഗ്നേറ്റീവ് ഡൊമെയിൻ. ഓക്കെ, so once again I'll repeat 3 R's read, write, arithmetic and 3 H എന്ന് പറയുന്നത് ഹാൻഡ്, ഹാർട്ട്, ഹെഡ്. ഹാൻഡ് എന്ന് പറയുന്നത് സൈക്കോമോട്ടോർ ഡൊമെയിൻ, ഹാർട്ട് എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ഡൊമെയിൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഹെഡ് എന്ന് പറയുമ്പോൾ കോഗ്നേറ്റീവ് ഡൊമെയിൻ. ഓക്കെ, ഐ തിങ്ക് യു പീപ്പിൾ ഗെറ്റ് ദിസ് പോർഷൻ. ഇനി നമ്മളൊരു കുട്ടി പോയിൻ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റാഷണലിസം പ്ലസ് എംപിരിക്കിസം. അത് കൺസ്ട്രക്റ്റിവിസമാണ് അതിൻ്റെ ഒരു ആൻസർ. റാഷണലിസവും അതുപോലെ തന്നെ എംപിരിക്കിസവും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൺസ്ട്രക്റ്റിവിസം.
ഓക്കെ, ഇതൊന്ന് റെഡ് പെൻ കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിടുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പോയിൻ്റാണ്. അതുകൊണ്ടാണ് നിങ്ങളോടൊന്ന് റെഡ് പെന്നിൽ ഹൈലൈറ്റ് ചെയ്തിടാൻ പറയുന്നത്. ഓക്കെ, റാഷണലിസം ആൻഡ് എംപിരിക്കിസം, ടോട്ടൽ വരുന്നത് കൺസ്ട്രക്റ്റിവിസം. അതായത് അത് കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നതാണ് കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് എക്ലെറ്റിക് ഫിലോസഫി. നമ്മൾ ഫിലോസഫിയുടെ വീഡിയോ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. സോ മിസ് ഔട്ട് ചെയ്തവർ അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിലോസഫീനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ കുറേയധികം പോയിൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതിന് ഞാൻ പോയ ഒരു പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് എക്ലെറ്റിക് ഫിലോസഫി. എക്ലെറ്റിക് ഫിലോസഫി കുറച്ചെങ്കിലും പേർക്ക് ഒരു ന്യൂ ടേം ആയിരിക്കാം. നെവർ മൈൻഡ്, നമുക്കതിൻ്റെ ആ ഒരു മീനിങ് എന്താണെന്ന് നോക്കാം. എക്ലെറ്റിക് ഫിലോസഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് നോളജ് ഫ്രം ഓൾ ദ സോഴ്സസ്. എല്ലാ സോഴ്സസിൽ നിന്നും ഉള്ള ഒരു ഫ്യൂഷൻ ഓഫ് നോളജാണ് എക്ലെറ്റിക് ഫിലോസഫി. സോ ഇറ്റ് കമ്പൈൻസ് ഓൾ ദ ഗുഡ് ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾ. എല്ലാ നല്ല ഐഡിയാസും അതുപോലെ തന്നെ പ്രിൻസിപ്പിളും കമ്പൈൻ ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ് എക്ലെറ്റിക് ഫിലോസഫി. ഐ തിങ്ക് ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഐ എം സോറി. എക്ലെറ്റിക് ഫിലോസഫി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് നോളജ് ഫ്രം ഓൾ ദ സോഴ്സസ് ആൻഡ് ഇറ്റ് കമ്പൈൻസ് ഓൾ ദ ഗുഡ് ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾ. ഈ 2 പോയിൻറ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 സ്ട്രാറ്റജീസ്, അത് എപ്പോഴും സ്റ്റുഡൻസിന് കൺഫ്യൂഷനാണ്. മാം, ഞങ്ങൾക്ക് എപ്പോഴും ഇത് കൺഫ്യൂഷനാണ്. പഠിക്കുമ്പോൾ കൺഫ്യൂഷനൊന്നുമില്ല, പക്ഷേ രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി പഠിക്കുമ്പോൾ കൺഫ്യൂഷനാണ്. പിന്നെ ആകെ ഒരു അവിയൽ പരുവം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് ചെക്ക് ഔട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. 2 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നത്. എപ്പോഴും ഇതുപോലെ കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോർഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോസിറ്ററി സ്ട്രാറ്റജി അതുപോലെ തന്നെ എക്സ്പ്ലോറേറ്ററി സ്ട്രാറ്റജിയാണ്. അത് രണ്ടും വേർഡ്സ് കൊണ്ട് സിമിലറാണ്. കാര്യം അതിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ആ ഒരു മീനിങ് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും കുട്ടികൾക്ക് എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് കുറേയധികം ടെൻഷനും വറീസൊക്കെ ഉണ്ടാവും. സോ മാം, ഞാൻ അതാണെന്ന് വിചാരിച്ച് ഇത് എഴുതിപ്പോയി എന്ന് പറഞ്ഞ് കുറേയധികം സ്റ്റുഡൻസ് എന്നോട് കുറേയധികം പരാതി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 സ്ട്രാറ്റജി കമ്പയർ ചെയ്ത് പഠിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ചെക്ക് ഇൻ ടു ആർ ടോപ്പിക് എക്സ്പോസിറ്ററി സ്ട്രാറ്റജി അതുപോലെ തന്നെ എക്സ്പ്ലോറേറ്ററി സ്ട്രാറ്റജി. ഇതിൽ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എക്സ്പോസിറ്ററി സ്ട്രാറ്റജി അവിടെ ടീച്ചർ സെൻറ്റേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പ്ലോറേറ്ററി സ്ട്രാറ്റജി അവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും കൂടുതൽ. സോ നൗ ലെറ്റ്സ് ചെക്ക് ഇൻ ടു ഡീപ്പ് ഇൻസൈഡ് ദീസ് 2 സ്ട്രാറ്റജി. ഫസ്റ്റ് വൺ എക്സ്പോസിറ്ററി സ്ട്രാറ്റജി. ഈ ഒരു എക്സ്പോസിറ്ററി സ്ട്രാറ്റജിയുടെ മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ലെസ് ഡെലിവറി ടൈം. ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈം, അതായത് ടീച്ചറായിരിക്കും ക്ലാസ് എടുക്കുന്നത്, ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് നോക്കി കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പോസിറ്ററി സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അവിടെ ഡെലിവറി ടൈം വളരെയധികം കുറവായിരിക്കും. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടീച്ചിങ്ങും ഈ ഒരു എക്സ്പോസിറ്ററി സ്ട്രാറ്റജി എന്ന് പറയുന്നതും സെയിം തന്നെയാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈ ഒരു എക്സ്പോസിറ്ററി സ്ട്രാറ്റജി എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ട് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഡയറക്റ്റ് ടീച്ചിങ് പറയാം. സാധാരണ ഒരു ടീച്ചർ ക്ലാസ്സിൽ വരിക, ടീച്ചർ ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു നോർമൽ ടിപ്പിക്കൽ രീതിയിൽ അത് തന്നെയാണ് എക്സ്പോസിറ്ററി സ്ട്രാറ്റജിയിൽ പറയുന്നത് ഡയറക്റ്റ് ടീച്ചിങ്. ഓക്കെ, ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെയധികം കുറവായിരിക്കും. ഓക്കെ, സോ എക്സ്പോസിറ്ററി സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. സാധാരണ നോർമൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ടീച്ചിങ് എങ്ങനെയാണ്? സാധാരണ ബുക്ക് വായിക്കുക, അതിൻ്റെ അർത്ഥം പറഞ്ഞു തരിക, ബുക്ക് വായിക്കുക, അർത്ഥം പറഞ്ഞു തരിക. ആ ഒരേ രീതി തന്നെയാണ് എക്സ്പോസിറ്ററി സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എക്സ്പ്ലോറേറ്ററി സ്ട്രാറ്റജി കൊണ്ട് ഒന്ന് നോക്കാം. എക്സ്പ്ലോറേറ്ററി സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അവിടെ നമ്മൾ അവിടെ കൂടുതൽ ഡെലിവറി ടൈം ആവശ്യം വേണ്ടി വരും. അതുപോലെ തന്നെ സ്റ്റുഡൻസിനാണ് കൂടുതൽ ഇൻവോൾവ്മെൻ്റ് എന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഫെസിലിറ്റേറ്റഡ് മെത്തേഡാണ്. അതായത് ടീച്ചർ ഒരു ഫെസിലിറ്റേറ്ററായിട്ട്
ജസ്റ്റ് ഒന്ന് സൈഡിലിരുന്ന് കുട്ടികളൊന്ന് ഗൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് എക്സ്പ്ലോറേറ്ററി സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ ഒരു വേർഡ് മാത്രം ഒന്ന് ഓർത്താൽ മതി. അതിന് എക്സ്പോസിറ്ററിയുടെ വേർഡ് നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ പറയില്ല. എക്സ്പ്ലോർ എന്ന് പറയുന്നത് എന്താ, നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക, ആ കാര്യങ്ങൾ ആഴ്ന്നിറങ്ങി മനസ്സിലാക്കുക എന്നുള്ളതാണ് എക്സ്പ്ലോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ സ്റ്റുഡൻസിനാണ് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ്. ഇനി നിങ്ങൾക്ക് ഈ 2 ടോപ്പിക്ക് മാറിപ്പോവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എക്സ്പ്ലോറേറ്ററി എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് എക്സ്പ്ലോർ ചെയ്യുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ടീച്ചിങ് രീതിയും അങ്ങനെ തന്നെയാണ്. അതായത് കുട്ടികൾ തന്നെ തേടിപ്പിടിച്ച് അവർക്ക് ആവശ്യമുള്ള നോളജ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ലൈബ്രറി സെർച്ച് ചെയ്യുക. സ്പൂൺ ഫീഡിങ് അല്ല ഇപ്പോൾ നടക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. കുട്ടികൾ തന്നെ അവർക്ക് ആവശ്യമുള്ള നോളജ് അവർ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു രീതിയിലേക്കായിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനാരിയോ, ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റ് വേൾഡ് അല്ലേ. സോ ഈ ഒരു പ്രസൻറ്റ് വേൾഡിനെ നമുക്ക് എക്സ്പ്ലോറേറ്ററി സ്ട്രാറ്റജി എന്ന് നമുക്ക് പറയാം. കാരണം സ്റ്റുഡൻസിനാണ് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ്, അവിടെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്, റൈറ്റ്. പിന്നെ ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റഡ് മെത്തേഡാണ്. ഞാൻ പറഞ്ഞു ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ ഒരു ഗൈഡായിട്ട് കുട്ടികളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ടാണ് ടീച്ചർ ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ പോയിൻ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പോസിറ്ററി സ്ട്രാറ്റജിയിൽ അതൊരു ഡയറക്റ്റ് ടീച്ചിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സ്പ്ലോറേറ്ററി സ്ട്രാറ്റജിയിൽ നമുക്കത് ഒരു എൻക്വയറി പ്രോസസ്സായിട്ട് പറയാൻ പറ്റും. സോ പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളായിട്ട് മെൻഷൻ ചെയ്യാനുള്ളത്, എക്സ്പോസിറ്ററി സ്ട്രാറ്റജി ഡിഡക്റ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലോറേറ്ററി സ്ട്രാറ്റജി ഇൻഡക്റ്റീവ് പ്രോസസ്സാണ്. അതാണ് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യം. എക്സ്പോസിറ്ററി സ്ട്രാറ്റജി ഡിഡക്റ്റീവും എക്സ്പ്ലോറേറ്ററി വരുമ്പോൾ അത് ഇൻഡക്റ്റീവും ആണ്. ഓക്കെ, മറന്നു പോരുത്. അത് നിങ്ങളൊന്ന് റെഡ് പെൻ കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ടേക്ക് മൈ വേർഡ്. എക്സ്പോസിറ്ററി എന്ന് പറയുമ്പോൾ അത് ഡിഡക്റ്റീവ് പ്രോസസ്സാണ്, എക്സ്പ്ലോറേറ്ററി എന്ന് പറയുമ്പോൾ അത് ഇൻഡക്റ്റീവ് പ്രോസസ്സാണ്. സോ ഐ തിങ്ക് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So with this note we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it for now. Thank you.